അപ്പോൾ ഇന്ന് നമ്മൾ മത്തങ്ങ വെച്ച് രണ്ട് സാധനങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് പംകിൻ സൂപ്പും, രണ്ട് എരിശ്ശേരിയും. എരിശ്ശേരിയുണ്ട്, നമ്മുടെ നാടൻ എരിശ്ശേരി. ഇത് രണ്ടും കൂടിയാണ് ഒരുമിച്ച് ചെയ്യുന്നത്. ഒറ്റ അടിക്ക് രണ്ട് പക്ഷി, ഒരു വെടിക്ക് രണ്ട് പക്ഷി. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ തീരും. അപ്പോൾ വെളുത്തുള്ളി രണ്ടിനും വേണം, പംകിൻ സൂപ്പിനും വേണം. അപ്പോൾ പംകിൻ സൂപ്പിന് കുറച്ച് മതി, ഈ രണ്ട് പേർക്കുള്ള സൂപ്പാണ് ഉണ്ടാക്കുന്നത്. പംകിൻ സൂപ്പിനും വേണം, ഇത് എരിശ്ശേരിക്ക്. ഉള്ളി രണ്ടിനും വേണം. മത്തങ്ങ ഇതിപ്പം സൂപ്പിനും എരിശ്ശേരിക്കും കൂടെയുള്ള മത്തങ്ങയാണ്. രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് അങ്ങ് വയ്ക്കാം. ഓക്കെ. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോഴേ പാട്ടും ഒരു ബിയറും എടുത്താൽ കുക്കിംഗ് വളരെ എളുപ്പമായിരിക്കും. നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, രണ്ടിനും കൂടെയാണ് വെളുത്തുള്ളി. കത്തിയരിഞ്ഞ സൂര്യനെ ഇത് നമ്മുടെ എരിശ്ശേരിക്കാണ്. അതിനകത്ത് ഇടേണ്ടത് മത്തങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഉപ്പ്, അതെല്ലാം കൂടി ഇട്ട് വേവിക്കണം. പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, എണ്ണ ഒഴിക്കുക. ഇത് നമ്മുടെ സൂപ്പിനാണ്, ഇത് പംകിൻ സൂപ്പിനാണ്. എണ്ണ ഒഴിക്കുക,
സ്വല്പം വെളുത്തുള്ളി ഇടുക. സ്വല്പം വെളുത്തുള്ളി ഇടുക, ഉള്ളി ഇടുക. നമ്മുടെ സൂപ്പിനാണ് ഒന്ന് വഴറ്റുക. ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇടുക. വെള്ളം ഒഴിക്കുക, തിളപ്പിക്കുക, അടച്ചു വെച്ച് തിളപ്പിക്കുക. ഇത്തിരി മുളക് പൊടി ഇവിടെ ഇട്ട് കൊടുക്കാം, സ്വല്പം മുളക് പൊടി. ഇനി നമുക്ക് എരിശ്ശേരിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെളുത്തുള്ളി, ജീരകം, തേങ്ങ. ഇത്രയാണ്. ഇതെല്ലാം കൂടെ അരയ്ക്കണം. അപ്പോൾ ഇത് സൂപ്പ് റെഡിയാവുന്നു. ഇത് എരിശ്ശേരി. ഒന്ന് സായിപ്പിൻ്റെത്, ഒന്ന് നമ്മുടെ മലയാളികൾ. അപ്പോൾ ഇന്ന് നമ്മൾ 2 കാര്യങ്ങളാണ് പഠിച്ചത്. മത്തങ്ങ വെച്ച് മത്തങ്ങ സൂപ്പ്, പംകിൻ സൂപ്പ് എന്ന് സായിപ്പ് പറയും, പംകിൻ സൂപ്പ്. 2 നമ്മുടെ നാടൻ എരിശ്ശേരി. അപ്പോൾ ഇതിൽ പംകിൻ സൂപ്പിന് വേണ്ടത് ഇതൊക്കെയാണ്. അല്പം വെളുത്തുള്ളി, ഉള്ളി ഇത് ചെറുതായിട്ട് അരിയുക, എണ്ണയിൽ അല്പം വഴറ്റുക. വഴറ്റി കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് പംകിൻ ഇടുക. അതിന് വേണ്ട സ്വല്പം ഉപ്പും കൂടി ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടെ വേവിക്കുക. അപ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയും ചെറുതായിട്ടരിഞ്ഞ് വഴറ്റിയതിന് ശേഷമാണ് പംകിൻ ഇടേണ്ടത്. വെള്ളമൊഴിച്ച് വേവിക്കുക. വേവിച്ച് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അത് ഒന്ന് ഉടയ്ക്കുക. അപ്പോഴത്തേക്ക് ഏതാണ്ട് സൂപ്പിൻ്റെ കണ്ടൻ്റ് എല്ലാമായി. അത് മിക്സർ ഉണ്ടെങ്കിൽ ഒരു മിക്സിയിലിട്ട് അടിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ബ്ലെൻഡർ ഉണ്ടെങ്കിൽ പാത്രത്തിനകത്ത് വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. സൂപ്പായി. അതിൻ്റെ മുകളിൽ ഒരല്പം പെപ്പറും കൂടെ ഇട്ടാൽ ഒരു സിമ്പിൾ സൂപ്പായി. ഇനി എരിശ്ശേരിക്ക് വേണ്ട മെയിൻ ഘടകങ്ങൾ, അതിലും ടേസ്റ്റ് തരുന്ന 2 ഘടകമാണ് വെളുത്തുള്ളിയും ജീരകവും. പിന്നെ ബാക്കിയുള്ളതൊക്കെ ആക്സസറീസാണ്. ലൈക്ക് തേങ്ങ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി. ഇതൊക്കെയാണ് എരിശ്ശേരിക്ക് വേണ്ടത്.
അപ്പോൾ അതിന് ആദ്യം മത്തങ്ങ വേവിക്കുക. ആ സമയത്ത് തന്നെ പയറും വേവിക്കുക. പയറോ മുതിരയോ നന്നായിട്ട് വേവിക്കുക. അപ്പം അത് പയർ ആദ്യം വേവിച്ച് മാറ്റി വെക്കുക. ദെൻ മത്തങ്ങ വേവിക്കുക, വെള്ളമൊഴിച്ച് വേവിക്കുക. വേവിക്കുമ്പോൾ തന്നെ ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുന്നത് നന്നായിരിക്കും. അതിനുശേഷം അരപ്പുണ്ടാക്കുക. അരപ്പിൽ വരേണ്ടത് പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, ഉള്ളി, അല്പം മുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർന്ന് അരയ്ക്കുക. അപ്പോൾ മത്തങ്ങ വെന്ത് വരുമ്പോഴത്തേക്കും ഈ അരപ്പിട്ട് മിക്സ് ചെയ്യുക. അരപ്പിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വെന്ത് വരുന്ന അനുസരിച്ച് പയറും കൂടെ ഇട്ട് കൊടുക്കുക. പയർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കുക, അടച്ചു വയ്ക്കുക. ഇത്രയേ ഉള്ളൂ എരിശ്ശേരി. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് നമുക്കിതിൻ്റെ ടേസ്റ്റ് കണ്ടൻറ്റ് അറിഞ്ഞാൽ എല്ലാം വളരെ എളുപ്പമാണ്. അപ്പോൾ എരിശ്ശേരിക്ക് വേണ്ടത് ജീരകം, വെളുത്തുള്ളി, തേങ്ങ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. അപ്പോൾ എല്ലാം ഓക്കെ ആയി. സൂപ്പ് റെഡിയായി വരുന്നു. സൂപ്പ് നമുക്ക് കാണാം. എരിശ്ശേരി ഓൾറെഡി റെഡിയായി. ഇനി എരിശ്ശേരിക്ക് കടുവറുക്കണമെങ്കിൽ അല്പം കടുവറുക്കുക. അതിന് ഉള്ളിയും മുളകും എണ്ണയിലിട്ട് മൂപ്പിച്ച് കരിവേപ്പില ഇട്ട് അതിനകത്തോട്ടം ഇട്ടാൽ മതി. കടുവറുപ്പിലായി. നമ്മുടെ ഏതിനും കടുവറുപ്പിലുണ്ടല്ലോ. അപ്പോൾ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് എങ്ങനെ ചെയ്യാം, അതും എൻജോയ് ചെയ്ത് ചെയ്യണമെങ്കിൽ എൻ്റെ വീഡിയോകൾ ഫോളോ ചെയ്യുക. നിങ്ങൾ പാട്ടിടുകയോ എന്തെങ്കിലും ഡ്രിങ്ക്സ് എടുക്കുകയോ ഒക്കെ ചെയ്താൽ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോകും. നല്ല രസമാണെന്നേ കുക്കിങ്. രസം മാത്രമല്ല, ഏറ്റവും എളുപ്പമുള്ള സംഭവമാണ്. ഏറ്റവും എളുപ്പം. നമ്മുടെ ലൈഫിൽ ഇതൊക്കെ വെറും സിമ്പിൾ കാര്യങ്ങളാണ്. പക്ഷേ ഇത് പഠിച്ചിരുന്നാലോ ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഞാൻ ബാലവേണു.